So I had an art director in mind, but I could not afford him. Then നമ്മൾ രണ്ടാമതൊരു ആർട്ട് ഡയറക്ടർ ഒരു ടീമിനെ വിളിച്ചു. ദ ബഡ്ജറ്റ് അവർ തന്നത് വാസ് എ ലിറ്റിൽ ടു മച്ച്. എന്ന് വെച്ചാൽ ടു മച്ച് അല്ല, അത്രയും ബഡ്ജറ്റ് വേണം ഇത് ചെയ്യാൻ. പക്ഷേ നമ്മുടെ ഓവറോൾ ബഡ്ജറ്റ് എന്നാൽ നമുക്ക് ബഡ്ജറ്റ് ഉണ്ട്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഓവറോൾ ബഡ്ജറ്റിൻ്റെ അകത്ത് നിർത്തണമായിരുന്നു. അപ്പോൾ ഒരു സ്റ്റേജ് വെച്ചിട്ട് അവരുടെ ബഡ്ജറ്റ് വന്നപ്പോഴും ഞാൻ പറഞ്ഞു ഗ്രേസ്ഫുള്ളി, ഐ തിങ്ക് യു ഷുഡ് നോട്ട് ബി ഇൻ ദിസ്. നമുക്ക് ഇത് ഏതെന്ന് വെച്ചാൽ ഞാൻ തന്നെ ആർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ച് ഞാൻ പേര് കൂടി കണ്ടു ആർട്ട്. അതെങ്ങനെ ഞാൻ എല്ലാം സ്കെച്ച് ചെയ്തു, എല്ലാ സാധനങ്ങളും സ്കെച്ച് ചെയ്തു, പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തു. പതുക്കെ കോൺസെപ്റ്റ് ആർട്ടും പിന്നെ AI ആർട്ടും ഒക്കെ ചെയ്തു. അപ്പോൾ ആൽവിനും ഞാനത് മീറ്റ് ചെയ്ത് ആൽവിനെ ചോദിച്ചു 9 ദിവസം പ്രിപ്പറേഷൻ ടൈമുള്ളൂ, കോൺസെപ്റ്റുകളെല്ലാം ഉണ്ട്, ക്യാൻ യു ഡു സംതിങ് എന്ന് ചോദിച്ചു. അപ്പോൾ ആൽവിൻ സഡൻലി ഒരു ടീമിനെ ഇട്ടു, എന്നിട്ട് ഇരുന്നിട്ട് ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ അപ്പം ഇനീഷ്യലി ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി മൈ ഡിസൈൻ ആൻഡ് ആൽവിൻ എക്സിക്യൂട്ടിങ് ഇറ്റ്. ആഫ്റ്റർ ഒരു 4 days ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആൽവിൻ്റെയും കൂടെ എന്ന് വെച്ചാൽ ആൽവിനും ആ ഇൻഹിബിഷൻ മാറി ആൽവിൻ്റെയും കൂടെ ഐഡിയാസ് വന്നു തുടങ്ങി. പിന്നെ there are stages where it was only ആൽവിൻസ് ഐഡിയാസ്, എനിക്ക് ചെറിയ ട്വിക്കിംഗ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് കൊളാബറേറ്റീവ് ഒരു പ്രോസസ്സിലൂടെ ആൽവിൻ ഒരു ഹെൽത്തി ടീമുണ്ട് ആൽവിൻ്റെ കയ്യിൽ. അപ്പോൾ നടന്ന് അവരൊന്നും ഉറങ്ങിയിട്ടൊന്നുമില്ല, ഫുൾ എപ്പോൾ രാത്രി ചെല്ലുമ്പോഴും എവറിബഡി ഈസ് വർക്കിംഗ്.